നവോത്ഥാനം എന്ന് പറയുന്നത് സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഈ 3 നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഇസ്ലാമികമായ ആത്മീയമായ സാൻമാർഗികമായ ഏതൊക്കെ ഹൈറായ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അതിൽ ഇന്ന് സജീവമല്ലാതെ നാശോന്മുഖമായി അല്ലെങ്കിൽ നിർജീവമായി അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതുണ്ടോ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനല്ലേ നവോത്ഥാനം എന്നറിയാം. അതിവിടെ യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ധീരമായ നേതാവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ്. ആ മനുഷ്യന്റെ ഒരു ദിവസം ഈ എതിർക്കുന്നവര് എസ് കെ എന്തോലൊക്കെ പറഞ്ഞാലും വേണ്ടിയില്ല. എതിർക്കുന്നവര് അവർക്ക് അറിയാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അസൂയക്കാർക്ക് പിന്നെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ ശത്രുക്കളാവും പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ശത്രു ഏതായാലും ശത്രു ആയിരിക്കുമല്ലോ. ആ ശത്രു എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഅ്തദിഈങ്ങൾ. അവർ മാത്രമാണ് യഥാർത്ഥ നമ്മളെ ശത്രുക്കൾ. മറ്റുള്ളവരൊക്കെ ചിലർ അസൂയാലുക്കൾ ഉണ്ടാവും, ചിലർ തെറ്റിദ്ധരിച്ചവരുണ്ടാവും. അവരോട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ളത്, ഒരു ദിവസം 360 ദിവസം ഒന്നും പോകണ്ട. ഒരു ദിവസം 24 മണിക്കൂർ ആ മഹാനായ വ്യക്തിയുടെ ജീവിതം നിങ്ങളൊന്ന് അനുഭവിക്കുക. എന്നാ മനസ്സിലാക്കുക, ഈ മനുഷ്യനെ പടച്ചോനെ ഈ ഭൂമിയിൽ കാലുകുത്താതെ ചുമലിലേറ്റി നടക്കണം. 24 മണിക്കൂറുള്ളതിൽ സ്വന്തം ജീവിതത്തിന് മാറ്റിവെക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയണോ? ഇപ്പോൾ ഈ 70കളിലും മഹാനവറുകള് 3ഉം 4ഉം സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുക. എത്ര 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് 3ഉം 4ഉം യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ട് ഈ യോഗം കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിരുന്നാൽ മർക്കസിൽ എത്തുന്നത് വരെയാണ് ആ വണ്ടിയിൽ ഇരുന്നിട്ട് ഉറക്കാം. മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ നാട്ടിക്ക് ഒരു പരിപാടി കൊണ്ടുവന്നു ഞാൻ. അങ്ങനെ അന്ന് എന്തോ സാധാരണ വരുന്ന ഡ്രൈവർക്ക് അസൗകര്യമുള്ളത് കൊണ്ട് അയാളുടെ ബന്ധത്തിൽപ്പെട്ട എന്നെ ചെറുപ്പക്കാരെ വേറൊരാളെ ഏൽപ്പിച്ചു. അങ്ങനെ അന്ന് പറയാ, എടോ നീ എന്റെ ഉറക്ക് കളഞ്ഞല്ലോ ഇന്ന് എന്ന് പറഞ്ഞാൽ, സാധാരണ ആ പരിചിതനായ ആ ഡ്രൈവറാണെങ്കിൽ അവസാനത്തെ സമ്മേളനം ഏതാണ് പ്രസംഗങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ കാറിൽ കയറിയിരുന്നാൽ മർക്കസിൽ എത്തുന്നത് വരെയാണ് ഉറക്കം. അപ്പം വിശ്വസ്തനായ തന്റെ ഡ്രൈവർ, ആ ഡ്രൈവറെ കയ്യിൽ വണ്ടിയാണെങ്കിൽ ഉമ്മാന്റെ മടിയിൽ ഇരിക്കുന്നത് പോലെ ധൈര്യത്തിലിരുന്ന് ഉറങ്ങും ഉസ്താദ്. അന്ന് പുതിയ ഡ്രൈവർ ആയതുകൊണ്ട് ഇന്ന് അങ്ങനെ ഉറങ്ങാൻ കഴിയില്ല, അതാ ഇന്ന് എന്റെ ഉറക്കം കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ രാത്രി ലാസ്റ്റ് പരിപാടി കഴിഞ്ഞ് മർക്കസിലെത്തുന്നത് വരെ ഈ കാറിൽ ഇരുന്ന് ഉറങ്ങിയ ആ മനുഷ്യൻ കാറ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കാൻ ചിലപ്പോ 1-2 മണിക്കൂർ ബാക്കിയുണ്ടാവും. നമ്മളാണെങ്കിൽ എന്താ അവിടെ എത്തിയ പരമാർത്ഥം ഒരു ഉണൂർക്കാനോടി സമയം കാണൂല, അതിന് മുമ്പ് കിടക്കയ്യ. എന്നാൽ മഹാനവർകൾ അങ്ങനെയല്ല. ആ സമയത്ത് അവിടെ എത്തിയാൽ 4 തരീഖത്തിന്റെ 4 തരീഖത്തിന്റെ വദീഫ ഈ രാത്രി ഉറക്കമൊഴിച്ച് എല്ലാവരും സുഖനിദ്രയിലാണ്ട് ഈ സമയത്ത് സുബഹിക്ക് മുമ്പ് ആ വദീഫകളെല്ലാം തീർത്ത് തന്റെ തഹജ്ജുദ് നിസ്കരിക്കാനായി വണ്ടിയിൽ ഇരുന്നുറങ്ങണം. തഹജ്ജുദ് നിസ്കാരം കഴിച്ച് സുബഹി ജമാഅത്തിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞാൽ നേരെ ഖുർആനോത്ത് കഴിഞ്ഞ് വന്ന് നേരെ ബുഖാരി ദർസിൽ പങ്കെടുക്കുന്നു. ആ ബുഖാരി ദർസ് കഴിഞ്ഞ് തീരുമ്പോഴേക്ക് നാട്ടിന്റെ നാനാഭാഗത്തു നിന്നും 100 കണക്കിന് ആളുകൾ ഉസ്താദിനൊരു നോക്ക് കാണാൻ. എന്തിനാ? രോഗത്തിന്റെ പ്രശ്നം പറഞ്ഞ് ദ്വാരിപ്പിക്കാന്, അല്ലെങ്കിൽ കടത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാന്, സ്ഥാപനം തുടങ്ങുന്നതിൽ ബർക്കത്തിന് ദ്വാരക്കാൻ പറയാന്, കുട്ടികളെ കെട്ടിച്ചിട്ട് പുതിയാപ്പിളിയും മോളും തമ്മിൽ രോഗ്യത്തിലല്ല അതിന് ദ്വാര ചെയ്യാന്, ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഓഫീസർമാര്, ഉദ്യോഗസ്ഥന്മാര്, നേതാക്കന്മാര് തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറകളിലുമുള്ള 100 കണക്കിന് ആൾ ഈ ബുഖാരി ദർസ് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും. ദർസ് കഴിഞ്ഞ് പോയിട്ടാണ് ശരിക്കൊരു ഫുത്തൂറാക്കി ഒരു ചായ കുടിക്കാനുള്ള സമയം. അതിനോട് സമയം കിട്ടുന്നത്, അതിന്റെ മുമ്പ് ഈ ആളുകൾ കാത്തിരിക്കല്ലേ. ചായ പേരിന് കുടിച്ചു എന്ന് വരുത്തി ഓരോരുത്തരും സ്വീകരിച്ചു കൊണ്ടിരിക്കുക. ഓരോരുത്തരോടും ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒന്ന് തലയിൽ വെച്ചിട്ട് ഒരു ഫാത്തിഹ ഓതി ഒന്ന് മന്ത്രിച്ചു കൊടുത്തു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഉപദേശം കൊടുത്തു. ഇങ്ങനെ ഈ വന്ന ആളുകൾ മുഴുവനും സംതൃപ്തരാണ്. അങ്ങനെ ഇവരെ ഒന്നിന്റെ പുറകെ ഒന്നായി അതിൽ കേസ് പറഞ്ഞു തീർക്കാൻ വരുന്നവരുണ്ടാവും,
മഹല്ലിലെ പ്രശ്നങ്ങളുള്ളവർ അതിനുണ്ടാവും, പുതിയ പള്ളിക്ക് ഉച്ചരിക്കാൻ പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പള്ളിന്റെ പ്ലാനുമായിട്ട് വന്നു, ഇങ്ങനെ പല നൂറ് പ്രശ്നങ്ങള് ഓരോന്നിനും ഒക്കെ ആ പോക്ക് 100 ആകാനായി. ഇതിന്റെ ഇടയ്ക്കുന്ന ഒരു അരമണിക്കൂർ കിട്ടിയാൽ ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടും, അധിക ദിവസം കിട്ടൂല. അതായാൽ അപ്പോക്ക് 12 മണിയായാൽ അപ്പോക്ക് ഡ്രൈവർ റെഡി ഓക്കെയാണ് നിറഞ്ഞിട്ട് വണ്ടി ആയിട്ട് അടുത്തുണ്ടാവും. അങ്ങനെ ആ വണ്ടി കയറി നേരെ കോംപ്ലക്സ് പള്ളിയിൽ വന്ന് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഇറങ്ങാൻ. ഈ മനുഷ്യനൊന്ന് സ്വന്തം വീട്ടിൽ പോയിട്ടൊന്ന് കയ്യും കാലും നീട്ടി സുഖമായി ഒന്ന് കിടന്നുറങ്ങിയത് ഏത് കാലത്താണെന്ന് അറിയില്ല. എന്തിനു വേണ്ടിയിട്ടാണിത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കണം. വേണ്ട 45% കമ്മീഷൻ വാങ്ങിയിരുന്ന, അല്ല 40% കമ്മീഷൻ കിട്ടിയിരുന്ന ഒരു മഹാനായ ഉസ്താദ് തന്റെ കോംപ്ലക്സിന്റെ പിരിവിന് പോയി വന്നിട്ട് ഒരിക്കൽ കമ്മിറ്റിയോട് പറഞ്ഞ് എനിക്ക് മുതലാവില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി, 40% പോകാൻ കഴിയൂല. എന്നിട്ട് 45 കൊടുത്തു. ആ സ്ഥാനത്ത് മഹാനായ AP ഉസ്താദ് 1%, ഒറ്റൊരു ശതമാനം കമ്മീഷൻ വാങ്ങുകയാണെങ്കിൽ ഇന്ന് ഒരു 100 കോടിയുടെയെങ്കിലും ഉടമയായിട്ടുണ്ടാവും. 1% കമ്മീഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100 കോടിയുടെയെങ്കിലും ഉടമയായിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, എല്ലാവരോടും ഒരേ നിലക്ക് പുഞ്ചിരിച്ച് സ്നേഹത്തിൽ വളരെ സൗഹാർദ്ദത്തിൽ വശ്യസുന്ദരമായ പെരുമാറ്റം കൊണ്ട് പ്രത്യേകം ശ്രദ്ധേയനായ, അത് ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ്. ഇനി മാത്രമല്ല, ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് തന്നെ പകർത്തിയെടുത്ത പ്രിയപ്പെട്ട സഖാഫികളാവുന്ന ഒരുപാട് ആലിമീങ്ങൾ, ഭൗതികമായി വിവിധ സ്ഥാനങ്ങൾ വഹിക്കുന്ന മർക്കസിന്റെ 10,000-കണക്കിനായ സന്തതികൾ മർക്കസിന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയിട്ടേ ഉള്ളൂ. വളർച്ച പൂർത്തിയായതല്ല, ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട്. അതിന് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒന്നാമത് വേണ്ടതാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥന. ഉസ്താദിന്റെ ദീർഘായുസ്സിനും ആഫിയത്തിനു വേണ്ടിയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുമുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. രണ്ടാമത് നമ്മളോട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ. മൂന്നാമത് നമുക്ക് അറിയുന്ന, പരിചയമുള്ള, ബന്ധമുള്ള, കഴിവുള്ള ആളുകളെ ഉസ്താദുമായി ബന്ധപ്പെടുത്തി ആ സ്ഥാപനത്തിലേക്കുള്ള സഹായം ലഭിക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുക. ഇങ്ങനെ അവനവൻ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന നിലക്ക് നാം നമുക്ക് കഴിയുന്ന നിലക്ക് സഹകരിക്കുക.